ഉണ്ടച്ചിവധം എന്നും പറഞ്ഞിട്ട് ക്യാപ്ഷൻ കൊടുത്തിട്ട് എപ്പിസോഡ് 1, 2, 3 ഇതുപോലൊരു അപമാനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ഇനിയൊന്നും കേൾക്കാനില്ല. പുള്ളി പറഞ്ഞതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ അഭിനയം വിട്ട് ഡബ്ബിങ്ങും വിട്ട് എല്ലാം വിട്ട് പുള്ളിയുടെ കൂടെ തന്നെ ഒതുങ്ങി ജീവിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞ കേട്ട് ചേച്ചിയുടെ കരിയർ നശിപ്പിച്ചു. ഇപ്പോൾ ആളും പോയി, കരിയർ ഇപ്പോൾ ആളും പോയി, വീട്ടിൽ നിന്ന് തന്ന പൈസയും പോയി, സ്വർണവും പോയി. നവംബർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, തനുജ ഞാൻ ഇന്ന ആളാണ്, എൻ്റെ സ്ഥലം മൂവാറ്റുപുഴയാണ്, ഡാൻസ് കണ്ടിട്ടുണ്ട്, നിങ്ങളെല്ലാ കാര്യങ്ങളും അറിയാം, എനിക്ക് നിങ്ങളെ കാണണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വന്ന് കയറി വന്ന ഒരാളാണ് ഈ പ്രിൻസി എന്ന് പറയുന്ന സെമീറ. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം പബ്ലിക്കിൽ പോയിട്ട് പറയാൻ പറഞ്ഞോ? ഞാൻ കേസ് പിൻവലിക്കുന്നില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞു അങ്ങനെ പോയി ഇടാൻ. അപ്പോഴെന്നെ ഇങ്ങോട്ട് കായും പൂയും ഒക്കെ ചേർത്തിട്ട് തെറി. ഇപ്പം എങ്ങനെ അവൾ അപ്പനെ കാണുന്നത് വെച്ചാൽ ഫോൺ എടുക്കും, ചാനലിൽ പ്രോഗ്രാം കൂടെ കാണും. ഇപ്പം ഉണ്ടായ കുഞ്ഞുമായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അത് നോക്കിയിരുന്ന കാര്യം. ഞാൻ അപ്പോഴും തരാം, ഞാൻ കേസ് കൊടുത്താൽ ഇവരൊക്കെ അകത്ത് പോകുമ്പോൾ പുള്ളിക്ക് എന്നോട് കൂടുതൽ ദേഷ്യമാവൂലേ, എനിക്ക് പുള്ളിയെ വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നത്. അവരെ മുന്നിൽ ഈ കാര്യം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ വീണാമാന്ന്. അപ്പോഴും ഞാൻ ചോദിച്ചു, പുള്ളിയുടെ ഷർട്ടിന് എന്നെ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ ആരാന്ന് ചോദിച്ചു. ആ ഒരു പിടുത്തത്തിൽ പുള്ളി എൻ്റെ ഇവിടെ പിടിച്ചു. ആ വിടൽ പുള്ളിയുടെ കയ്യിൽ മുടിയായിരുന്നു, പറച്ചങ്ങെടുത്തായിരുന്നു. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബോഡി ഷെയിം അനുഭവിച്ചൊരു വ്യക്തി ഞാൻ സോഷ്യൽ മീഡിയയിൽ. അത്രയ്ക്കും എന്താ വെച്ചാൽ അങ്ങനെ ഒന്നും ഒരാൾ ആരും ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല. ചേച്ചി കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഈ പറഞ്ഞ ജിംചേട്ടൻ ചേച്ചിയുടെ അടുത്ത് വിട്ടു പോകുന്നത് വരെയുള്ള ലൈഫ് എങ്ങനെയായിരുന്നു? ഞങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു. ഒരു പ്രശ്നം ആകെ പ്രശ്നമുള്ളത് പുള്ളി കള്ള് കുടിച്ചിട്ട് വരുന്നതിനുള്ളതായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞു എന്നാൽ നന്നായിട്ട് കള്ളും കുടിച്ചിട്ടാണ് വരിക. ഡ്രൈവ് ചെയ്യും. അന്ന് ലൈസൻസ് ഇല്ല. കള്ളും കുടിച്ച് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാലുള്ള അവസ്ഥ എങ്ങനെയാണ്? ഒന്നാമതെ മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. ഈ ഒരു പ്രശ്നത്തിന് ഞാൻ നന്നായിട്ട് പ്രശ്നം ഉണ്ടാകും. എന്ന് വെച്ചാൽ പുള്ളിയുടെ പപ്പ പുള്ളി 4 മാസം പ്രായമുള്ളപ്പം മരിച്ചു പോയതാണ്. അപ്പോൾ എനിക്ക് പേടിയാണ്, കള്ളു കുടിച്ചയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോവോ, ഞങ്ങൾക്ക് ആരും ഇല്ലാതായി പോവില്ല, ആ ഒരു പേടിയുണ്ട്. ഞാൻ എപ്പോഴും പറയും കുടിക്കരുത്, അതിനുള്ള പ്രശ്നങ്ങൾ മാത്രം. പിന്നെ വല്ലപ്പോഴൊക്കെ വല്ല പെൺപിള്ളേരൊക്കെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കുന്ന കാണുമ്പം ഒരു ഭാര്യ എന്നുള്ള രീതിക്ക് എന്തായാലും അതിനൊരു പ്രശ്നം ഉണ്ടാവും. ഈ ഒരു കാര്യങ്ങൾക്കല്ലാതെ ഞങ്ങൾക്ക് ചിലവിന് ഭക്ഷണം തന്നില്ലെന്നോ വസ്ത്രം തന്നില്ലെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ നോക്കുന്നില്ലെന്നും പറഞ്ഞ് ഞാൻ ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കില്ല. ഈ ഒരു കാര്യത്തിന് മാത്രമേ വഴക്കുണ്ടാക്കി. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ആൾ എന്നോട് എന്നെ ലൈഫിലോട്ട് ക്ഷണിച്ച് കൊണ്ടുവന്നതിന് മുന്നേ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അഭിനയിക്കാൻ പാടില്ല, ഡബ്ബിങ്ങിനും പോകരുത്. അപ്പോൾ അത് ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പം എന്നോട് പറഞ്ഞ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അഭിനയിക്കരുത്, ഡബ്ബിങ്ങിന് പോകരുത്. അതെ, പക്ഷേ പുള്ളിക്ക് അത് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ അഭിനയം ഡബ്ബിങ് ആണ്. അപ്പം ഞാൻ എന്താ അന്ന് ചിന്തിച്ചത്, നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെയുള്ള ജീവിതമാണ് ഏറ്റവും വലിയ സന്തോഷം. അതാണ് ഞാൻ കുഞ്ഞുനാളിലെ മുതൽ കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കണം, എങ്ങനെ പോകണം എന്നൊക്കെ കണക്കൂട്ടി വരുന്ന ഒരാളായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ അഭിനയം വിട്ട് ഡബ്ബിങ്ങും വിട്ട് എല്ലാം വിട്ട് പുള്ളിയുടെ കൂടെ തന്നെ ഒതുങ്ങി ജീവിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞ കേട്ട് ചേച്ചിയുടെ കരിയർ നശിപ്പിച്ചു. ഇപ്പോൾ ആളും പോയി, വീട്ടിൽ നിന്ന് തന്ന പൈസയും പോയി, സ്വർണവും പോയി, എല്ലാം പോയി. ഞാനും എൻ്റെ കുഞ്ഞും ഒന്നും അല്ലാതായി തീരുകയും ചെയ്തു. ഈ പറയുന്ന പ്രിൻസി എന്ന് പറയുന്ന അവരെ കുഞ്ഞിന് നേരിട്ട് സംസാരിക്കാൻ പിന്നെ സംസാരിച്ചിട്ടുണ്ടോ? അവരാരാ ശരിക്കും? ഞാൻ പറഞ്ഞുതരാം. ഈ പ്രിൻസി എന്ന് പറയുന്ന സെമീറ എന്ന് പറയുന്ന സ്ത്രീ നവംബർ മാസത്തിൽ എന്നെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ നവംബറിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, തനുജ ഞാൻ ഇന്ന ആളാണ്, എൻ്റെ സ്ഥലം മൂവാറ്റുപുഴയാണ്, എനിക്ക് ദേവുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് മോളെ കാണണം, എനിക്ക് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഡാൻസ് കണ്ടിട്ടുണ്ട്, നിങ്ങളെല്ലാ കാര്യങ്ങളും അറിയാം, എനിക്ക് നിങ്ങളെ കാണണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വന്ന് കയറി വന്ന ഒരാളാണ് ഈ പ്രിൻസി എന്ന് പറയുന്ന സെമീറ. ചേച്ചിയുടെ വീട്ടിൽ നേരിട്ട് വന്ന് നേരിട്ട് എൻ്റെ വീട്ടിലോട്ടല്ല വന്നാൽ ഫസ്റ്റ് എനിക്ക് ജോലിയുള്ളൊരു സ്ഥലത്തേക്ക് അവിടെയാണ് ഇവർ വരുന്നത്. അവിടെ ഇവർ വന്ന് 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇവർ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. അപ്പോൾ അവിടെയുള്ള എനിക്ക് ജോലി തന്ന ആ മേഡത്തിനെ വിളിച്ചിട്ട് വഴി ചോദിച്ചിട്ട്
അവർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവർ ആ ഓഫീസിൽ വന്നിരുന്നു. ഞാനും എൻ്റെ മോളും കൂടെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ ഇവർ അവിടെ വെയിറ്റിങ്ങാണ്. അപ്പോൾ മോളെ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു. പിന്നെ പാവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പാവ കൊടുക്കുന്നു. പിന്നെ തലയിൽ വെക്കുന്ന എയർ ബാൻഡ് പോലെയുള്ള തുണിയുടെ സ്ലൈഡ്, അങ്ങനെ കുറച്ച് സാധനം കൊടുത്ത് മോൾക്ക് കൊടുത്ത് ഒരുമിച്ച് ഫോട്ടോ എടുത്ത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാതെ, ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീണ്ടും അവിടെ വന്നിരുന്ന് കുറേ സമയം വെയിറ്റ് ചെയ്ത് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇവർ പോവുക ചെയ്യുന്നത്. നല്ല സൗഹൃദം. എന്താ വെച്ചാൽ ഇവർ ചക്കരപ്പന നമ്മൾ ഈ ഫോണിൽ കൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വിളിക്കും. ഇവരൊക്കെ കണ്ണെത്താ ദൂരത്തു നിന്നുള്ള സ്നേഹമാണ്, ഫോൺ വിളിയാണ്, സംസാരമാണ്. നമ്മളെടുത്ത് നേരിട്ട് വന്ന് ആദ്യമായിട്ടാണ് ഇത്രയും സ്നേഹം കാണിക്കുന്ന ഒരു ആള്. അപ്പം ഞങ്ങൾ വിശ്വസിച്ചു. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെയുള്ളൊരു സ്നേഹം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ മോള് ചക്കര മോളെന്ന് വിളിക്കുമ്പോൾ അത് വീണ് പോകും. അതിന് സ്നേഹം കിട്ടാതെ ഇപ്പോൾ അവൾക്ക് എന്താ പറയുക, അവൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ. സ്വന്തം അപ്പനിൽ നിന്ന് പോലും 11 വയസ്സ്. അങ്ങനെ ഡിസംബറിൽ വീണ്ടും ഇവർ വരുന്ന എപ്പോഴും കോളിങ്ങാ. വന്നു പോയതിനു ശേഷം ഞങ്ങൾ ഒരു കുറച്ച് ലേഡീസ് ഉണ്ട്, ഇവർ ഗ്രൂപ്പിലായിട്ട് നമ്മൾ കോൺഫറൻസിൽ ഇട്ടിട്ടുള്ള വിളികളാണ്. ഭയങ്കര വിളിയും സ്നേഹവും. അതിനിടയ്ക്ക് ഓരോ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പെണ്ണുങ്ങളല്ലേ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അതെല്ലാം ചേച്ചിയുടെ കൂട്ടുകാരുമായിട്ട് അവർ കൂടിയതാണോ അതോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്ന് കമന്റ് ഇടുന്നവരായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്യിച്ചു, ഇവരുടെ നമ്പർ പബ്ലിക്കായിട്ട് ഈ യൂട്യൂബിൽ ഒന്നും വന്ന് കൊടുത്തുവിടല്ലോ. ഇവർക്ക് ഇൻസ്റ്റാഗ്രാം ID ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ പോയിട്ട് ഇവർ കണക്റ്റഡ് ആവും. ഞാൻ ഇന്ന് വരെ ആരുടെ അടുത്തും പോയിട്ടില്ല. എൻ്റെ പബ്ലിക്കായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിൽ നമ്പർ കൊടുക്കാറുണ്ട്, എന്ന് വെച്ചാൽ ലൈവിൽ പാട്ട് പ്രോഗ്രാമിൽ വിളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇവർ കണക്റ്റഡ് ആയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സായി. കോൺഫറൻസിലിട്ട് വിളിയും സംസാരവും. ഞാൻ എന്തായാലും ഇവരുടെ ബർത്ത്ഡേക്ക് എന്തായാലും വരും. അപ്പോൾ അതിൽ 2-3 പേരോട് വെച്ചപ്പോൾ ഒരു ലേഡി പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ വന്നില്ല. പക്ഷെ വന്നത് പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി പ്രിൻസി എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ വരുന്നതിന് മുന്നേ ചോദിച്ചാൽ എന്നോട് ചോദിച്ചു മോൾക്ക് അരഞ്ഞാണുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അരഞ്ഞാണമില്ല. എന്താണെന്ന് വെച്ചാൽ എന്നോടങ്ങനെ എൻ്റെ അമ്മ ആരും പറഞ്ഞു തന്നിട്ടില്ല കൊച്ചിന് അരഞ്ഞാണം ഇടണമെന്നോ. കുഞ്ഞിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായത്തിലേക്ക് ഇടണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്നോട് തനുജ കുഞ്ഞിനെ അരഞ്ഞാണം ഞാൻ മേടിച്ചിട്ടുണ്ട്, കൊലുസും ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മുന്നേ ദേവിട്ടിക്കുള്ള കൊലുസ് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ മേടിച്ച് വെച്ച് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോഴും നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾക്കാർ. അപ്പം പുള്ളിക്കാരി ഡിസംബർ 24-ാം തീയതി എൻ്റെ മോളുടെ ബർത്ത്ഡേക്കാണ് ഫസ്റ്റ് ടൈം ഞങ്ങൾ വീട്ടിൽ വരുന്നു. അവിടെ വന്ന അന്ന് ബർത്ത്ഡേക്ക് സത്യം പറയാൻ വെച്ചാൽ തുറന്നു പറയുന്നുണ്ട്, കുഴപ്പമില്ല. എനിക്ക് യൂട്യൂബിൻ്റെ പൈസ വരാൻ ടൈമായപ്പം കിട്ടിയില്ല, കറക്റ്റ് ടൈം കിട്ടിയില്ല. ക്രിസ്മസ് അല്ല, അപ്പം കുറച്ച് വൈകും, താമസിച്ചു. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തു, പൈസ കൊടുത്തിട്ടില്ല. പൈസ ഇവർ കൊണ്ടുവരുമ്പോൾ നമുക്ക് പൈസ കൊടുക്കണ്ടേ, ഐസ്ക്രീം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുള്ള ടെൻഷനിലിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറെ വിളിച്ചിട്ട് ചേച്ചി ഇങ്ങനെ പോലെ ഇന്ന് രാത്രി എനിക്ക് എന്തായാലും എൻ്റെ അക്കൗണ്ട് പൈസ വരും യൂട്യൂബിൻ്റെ, വന്ന ഉടനെ ഞാൻ ഇട്ടുതരാം, എനിക്കൊരു 10,000 രൂപ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ വേറെ ആളുടെ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചിട്ട് എനിക്ക് മറിച്ചിൻ്റെ യൂട്യൂബിലിട്ട്. അതൊക്കെ ഈ സ്ത്രീ എൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഇവരെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് സമാധാനം സെമി, എൻ്റെ അക്കൗണ്ട് പൈസ വന്നു 10,000 രൂപ, ഇനി ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡിന് കൊണ്ടുവരാൻ പറയുന്നു, ഐസ്ക്രീം കൊണ്ടുവരാൻ പറയുന്നു, എല്ലാത്തിനും പൈസ കൊടുത്ത്. നമ്മൾ ആ ഫ്ലാറ്റിലുള്ള കുറച്ച് കുട്ടികൾ, മോളുടെ കൂട്ടുകാരികളുണ്ട്, പിന്നെ മോളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും വന്നായിരുന്നു. പിന്നെ ഈ പറയുന്ന അനു എന്ന് പറയുന്നൊരു സ്ത്രീയും ഈ പ്രിൻസി ഞാനും, വേറെ ആരുമില്ല. വേറെ ഒരു അടുത്ത സൗഹൃദത്തിലുള്ളവർ മാത്രം പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് നടന്നു. പിന്നെ പുള്ളിക്കാരി അന്ന് പോകാൻ നോക്കിയപ്പം ദൈവട്ടി ഞാൻ പറഞ്ഞു പോവല്ലേ, അന്ന് അവിടെ നിന്നു. പിറ്റേ ദിവസം പോകാൻ നോക്കി പോവണ്ടെന്ന് പറഞ്ഞു. അന്ന് അപ്പം പറഞ്ഞ ഹസ്ബൻഡിനോട് വിളിച്ച് മോള് പറയട്ടെ എന്നാലേ എന്നെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിളെ ആൻറ്റി നാളെ വരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ മോനെ എന്ന് പറഞ്ഞു. അന്നും അവിടെ നിന്നു. അവരുടെ വീട്ടിലാരൊക്കെയുണ്ട്? അവരുടെ വീട്ടിൽ അവരുടെ ഹസ്ബൻഡാന്ന് പറയുന്നു. അവരാദ്യം കല്യാണം കഴിച്ച് ഹസ്ബൻഡും കുട്ടികളും വേറെയാണ്. ഇവർ വേറൊരു സ്ത്രീയുടെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം മനസ്സിലായി കാണുമല്ലോ. അയാൾ മുസ്ലിമാണ്. എന്നോട് പറഞ്ഞു വന്ന അയാൾ ഗുണ്ടയാണ്, അയാൾ വന്ന് വെട്ടും കുത്തും. ഈ സ്ത്രീയും ഗുണ്ടയാന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് നിർത്തിയേക്കുന്നത്. ഇപ്പം അന്ന് എന്നോട്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഇതുണ്ട്, ഇവരിങ്ങനെയാണെന്നുള്ളത്. നമുക്കൊന്നും ദേഷ്യപ്പെടാനൊന്നും പാടില്ല എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മളോട് ദേഷ്യപ്പെടുന്നുമില്ല, നല്ല സ്നേഹത്തിലാണ്. അപ്പോൾ എനിക്ക് പറയാം, ഞാനിവിടെ പണ്ട് എറണാകുളത്ത് വെട്ടും കൊലയ്ക്കൊക്കെ പോയതാണ്, നീ എൻ്റെ ഫോട്ടോ കണ്ടോ, എൻ്റെ മുടി ഇത്രത്തോളം ഉണ്ടായിരുന്നു, ഇപ്പം മുടിയൊക്കെ വെട്ടിയതാണ്, അങ്ങനെയൊക്കെ കുറേ കഥകൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇതേ. അപ്പം എനിക്ക് ജോലി തന്ന ആ മേഡത്തിനോടും പറയാൻ പറ്റുന്നില്ല. അല്ലാതുള്ള ബാക്കി എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. ഈ 1-2 വർഷം കൊണ്ട് പരിചയമുള്ളവരൊക്കെ തനു നീ സൂക്ഷിക്കണം. ഞാൻ അവരെ പറയുന്നൊന്നും വാക്കെടുക്കൂല. ഇവരുടെ ഭയങ്കര സ്നേഹമല്ലേ വാരിക്കൂരി തരുന്നത്.
പക്ഷേ ആ സ്ത്രീ എനിക്കൊരു 5 പൈസ തന്നിട്ടില്ല, ഒരു 5 പൈസ തന്നിട്ടില്ല. അന്ന് ഫസ്റ്റ് ഞങ്ങൾ കണ്ടപ്പം ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചപ്പോൾ എൻ്റെ മോളുടെ ഊണിൻ്റെ പൈസ അവരാണ് കൊടുത്തത്. പിന്നെ വരുന്നത് മോളുടെ ബർത്ത്ഡേക്കാണല്ലോ. എന്നിട്ട് ഈ പൈസ മേടിച്ച് ഞാൻ ഫുഡ് കൊടുത്ത് ഞങ്ങളെല്ലാം റെഡിയായി. 3-ാമത്തെ ദിവസമാണ് ഇവർ പോകുന്നത് വീട്ടിൽ നിന്ന്. പോയി അന്നൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ പിന്നെയും കറക്റ്റ് വിളിയുണ്ട്, സംസാരമുണ്ട്, കോൺഫറൻസിലുള്ള വിളിയൊക്കെയാണ്. അപ്പോൾ സംസാരിച്ചതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, എന്ന് വെച്ചാൽ അപ്പോഴും ഈ കൂട്ടത്തോടുള്ള വേറെ യൂട്യൂബേഴ്സ് ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ ഇങ്ങനെ കേസും ഇതൊക്കെ ആയിട്ട് പോവാൻ. അപ്പോഴേ ഇവർ വന്ന ഉദ്ദേശമൊക്കെ നടന്നു. എനിക്ക് ജോലി തന്ന ആ സ്ഥലത്ത് നിന്ന് എന്നെ തെറ്റിപ്പിച്ചു. ഏകദേശം കാര്യങ്ങളൊക്കെ നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ലാസ്റ്റ് അറിയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ പറയണ്ട. അപ്പോൾ ഇവരുടെ തെറ്റാനുണ്ടായ കാരണം പറയണേ. അപ്പോൾ ഇവരൊരു ദിവസം ഷെഫീന ബിബി എന്ന് പറയുന്ന സ്ത്രീ യൂട്യൂബർ, ആ സ്ത്രീയാണ് എന്നെ തുടക്കം മുതൽ ആക്രമിച്ചുകൊണ്ടിരുന്നത്. അതും എൻ്റെ ഹസ്ബൻഡ് കൂട്ട് നിന്നിട്ട്. ഈ ഷെഫീന ബീവിയും നിങ്ങളുടെ കൂട്ടുകാരെന്തെങ്കിലും ആയിരുന്നു? കൂട്ടുകാരല്ല, അതും ഇതുപോലെ തന്നെ. ഞങ്ങളത് കണ്ടിട്ട് ഒരു ഇതായിട്ട് മോശമായിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അവർക്ക് കമൻ്റ് ഇട്ടു, നിങ്ങൾ വന്ന് അന്വേഷിക്കാതെ എന്നെക്കുറിച്ച് മോശമായിട്ട് കാര്യങ്ങൾ പറയരുത്, നിങ്ങൾ വന്ന് അന്വേഷിക്കണം. ഒരു ബന്ധമില്ലാത്തൊരു സ്ത്രീ റിയാക്ഷൻ ആളുമായിട്ട് പിന്നീടാണ് അറിയുന്നത്. പിന്നെ അയാളുമായിട്ട് കണക്റ്റഡായി അയാളെ കൂടെ നിന്നിട്ട് എന്നെ 19-40 എപ്പിസോഡ് വരെ എന്നെ കണ്ടന്റ് വധം, എന്താ ഉണ്ടച്ചി വധം എന്നും പറഞ്ഞിട്ട് ക്യാപ്ഷൻ കൊടുത്തിട്ട് എപ്പിസോഡ് 1, 2, 3 അതിലെൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നു, അവർക്ക് പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവർ ലൈവായിട്ട് കേൾപ്പിക്കുന്നു. ഇതുപോലൊരു അപമാനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ഇനിയൊന്നും കേൾക്കാനില്ല. അപ്പോൾ ഈ പ്രിൻസിലോട്ട് വരാം. അപ്പോൾ ഈ പ്രിൻസി കമൻ്റ് ഇട്ടു. അപ്പോൾ കമൻ്റ് ഇട്ടപ്പോൾ ഞാനിത് ഈ സ്ത്രീയുടെ ഒന്നും ലൈവ് കാണൂല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഒരാളയച്ചു, തനു നീ കേസ് പിൻവലിക്കാൻ പോവുകയാണോ, ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ ലൈവ് പോയി ശരിയാ, ഞാൻ താഴോട്ട് ഇങ്ങനെ അടിച്ച് നോക്കുമ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ പേരിലുള്ള കേസ് തനുജ പിൻവലിക്കാൻ പോവുകയാണ്, അവളൊന്നും പറയരുത്, പാവമാണ് എന്നും പറഞ്ഞിട്ട് നിങ്ങളെ പേര് കൊടുത്ത എല്ലാ കേസുകളും പിൻവലിക്കും. ഞാൻ അവരോട് നമ്മളെ വീട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ ഇതിനൊന്നുമില്ല കേസ്, എനിക്ക് വയ്യ അങ്ങനെ കയറിയായിരുന്നു നടക്കാൻ. സുഹൃത്തുന്നുള്ള നിലയ്ക്ക് അവരോട് ഷെയർ ചെയ്തൊരു കാര്യം അവർ ഈ പബ്ലിക്കായിട്ട് ഇത്രയും പേര് കാണുന്ന ലൈവിൽ പോയിട്ട് കമന്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഞാനത് ചോദിച്ചു, എന്തിനാണ് സെമി നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന്. അപ്പം എന്നോടൊക്കെയാ ശരിയെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് മറ്റ് വേറൊരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ കോൺഫറൻസ് ഇട്ടിട്ട് എന്നെ വിളിക്കുക, നീ എന്താ കുറച്ച് നേരം തന്നെ വിളിച്ചിട്ട് ശബ്ദം മാറിയെന്നിൻ്റെ. ഞാൻ പറഞ്ഞു എന്ത് ശബ്ദം മാറി? അപ്പോൾ എനിക്ക് അറിയില്ല ഇപ്പുറത്ത് ആളുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്താ ശബ്ദം മാറിയ? അല്ല നീ എന്താ ഷെഫീന ബീവിക്ക് ഞാൻ കമൻറ്റ് ഇട്ടാണ് നീ ശബ്ദം മാറിയ. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം പബ്ലിക്കിൽ പോയിട്ട് പറയാൻ പറഞ്ഞോ, ഞാൻ കേസ് പിൻവലിക്കുന്നില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞു അങ്ങനെ പോയി ഇടാൻ. അപ്പോഴെന്നെ ഇങ്ങോട്ട് കായും പൂയും ഒക്കെ ചേർത്തിട്ട് തെറി അപ്പുണ്ട് അപ്പുറത്തെന്ന് പറഞ്ഞ ചേച്ചി ഞാനിവിടെ. ഞാൻ പറഞ്ഞു നീ കേൾക്കുന്നില്ല എന്നെ തെറി വിളിക്കുന്നതെന്ന് ചോദിച്ചു. ആ കുട്ടിയും എൻ്റെ സബ്സ്ക്രൈബറാണ്, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ആ കുട്ടി അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല ആ കുട്ടി വേണ്ടില്ല, ആ കുട്ടി പുറത്താ, ആ കുട്ടിയൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു നീ കേൾക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ തമ്മിലുള്ള കാര്യം എനിക്ക് കേൾക്കണം പറഞ്ഞു. അവൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ നിങ്ങളുടെ തെറിയാ, നീ പെലച്ചിയല്ലടി മറ്റവളല്ലടി. വാട്സപ്പ് കോളാട്ടോ, നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ജാതി പറഞ്ഞ തെറിവിളി. പിന്നെ അതുപോലെ എൻ്റെ വാട്സപ്പിൽ അല്ലാത്ത തെറിവിളി, നിന്നെ ഞാൻ വരുവടി വെട്ടി തീർക്കുവടി, നീ എറണാകുളം ജില്ലയിൽ ജീവിക്കില്ലടിയും പറഞ്ഞിട്ടുള്ള അങ്ങോട്ട് തുടങ്ങി. അവിടെ സൗഹൃദമായിട്ട് കുഞ്ഞിനെ ഇത് കാര്യങ്ങളൊക്കെ നിന്ന ഒരാളെ ഒരു കമന്റ് ചേച്ചി ചോദ്യം ചെയ്തപ്പം പെട്ടെന്ന് അവരോട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. അവർ പെട്ടെന്ന് വയലന്റ് ആവും. അവർ വായി തോന്നുന്ന തെറികൾ മൊത്തം വിളിക്കും. ഇവർക്ക് എന്ത് പ്രായം വരും ചേച്ചി? അവർ ഇതിൽ പറഞ്ഞ അവർക്ക് 33 വയസ്സൊക്കെ ഉള്ളൂ. അവരെ കണ്ടാൽ ഒരു 38, 39, 40 വയസ്സിനടുത്ത് തോന്നിക്കും. എന്നിട്ട് പിന്നെ അതിന് ശേഷം ചേച്ചി അപ്പൊ ആ ഒരു പ്രശ്നത്തിന്റെ പുറത്ത് നിങ്ങൾ തമ്മിൽ പ്രശ്നമായി. പിന്നെ ഇവര് വേറൊരു യൂട്യൂബർ ഉണ്ട്, ഇന്നലെ ഞാൻ പറഞ്ഞില്ല മറ്റേ നമ്മൾ ഇന്റർവ്യൂ വന്ന ആ മേഡത്തിന് വിളിച്ച് ആ സ്ത്രീയുടെ യൂട്യൂബിൽ പോയിട്ട് എനിക്കും സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീ അവരുടെ ലൈവിൽ കയറിയിട്ട് സംസാരിക്കുന്നു. പക്ഷേ ഇവർക്ക് യൂട്യൂബ് ഉണ്ടായിട്ട് മോളുടെ ബർത്ത്ഡേയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അവർക്ക് 2000 സംതിങ് ഒക്കെ പിന്നെ നമ്മുടെ ആ യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അതിന് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അവർ നിരന്തരം വന്നിട്ട് അവരെ ചാനൽ ഇരുന്നിട്ട് എന്നെ പറയാത്ത കഥകളില്ല. അവരിപ്പോൾ ജിനുവും വീണ ഒന്നാണ്. ജിനു ചെയ്യുന്ന എല്ലാ വീഡിയോസും കൊണ്ടൊന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യും, ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. വീണയും ജിനു ആ പുള്ളിക്കാരി എൻ്റെ മകളെയും പറയുന്ന എന്താണോ അവരുടെ ലിങ്ക് എടുത്തോണ്ട് ഇവരും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. ഇതൊന്നും കള്ളം പറയാൻ തെളിവാണ് കയ്യിലുള്ളത്.
അപ്പം അപ്പൻ അറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അയാളുടെ ഫുൾ സപ്പോർട്ടോടെയാണ് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പിന്നെ ഈ പറയുന്ന സ്ത്രീകളൊക്കെ ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ എന്തെങ്കിലും ഈ ജിനുചേട്ടന് പണ്ടുണ്ടായതായിട്ട് എന്തെങ്കിലും പിന്നെ ഇതിന് ശേഷം ഈ ഒരു ഞങ്ങളെ മോശമാക്കി ആര് പറയുന്നു അവരൊക്കെ കൂടെ കൂട്ടും. എന്തുകൊണ്ട് ചേച്ചിക്ക് സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ സ്ത്രീകളെല്ലാം ഒരുമിച്ച് നിന്ന് ചേച്ചിക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നത്? എന്തെങ്കിലും ഇവർക്ക് എന്ത് നേട്ടമാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത്? എനിക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് ഞാൻ മോശമാണ്, ഞാൻ പിഴച്ചവളാണ്, ഇതാണ് ഇവർക്ക് എന്നെ ഈ സമൂഹത്തിലാക്കി തീർക്കണം. പക്ഷേ ഞാൻ എൻ്റെ മകളുമായിട്ട് എങ്ങനെ ജീവിച്ചു പോകുന്നു ഞങ്ങളെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക വരുമാനം എന്ന് പറയുന്നത് ആകെയുള്ളൊരു വരുമാനം യൂട്യൂബ് മാത്രം, കുക്കിങ്ങും ലൈവ് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന. അല്ലാതെ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇന്ന് വരെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെക്ക് ചെയ്യാം, ഒരാളെയും തെറി പറഞ്ഞിട്ടില്ല. എന്നെ ഇവരൊക്കെ പബ്ലിക്കിൽ വന്ന് തെറി വിളിച്ച് വീഡിയോ ചെയ്യുമ്പോഴും ഞാനിവരെ ഒരാളെയും തെറി വിളിക്കുന്നില്ല. കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈവൻ പോട്ടെ 5 വർഷം നമുക്ക് മാറ്റി നിർത്താം, ഈ പറ 2023 ശേഷം കുഞ്ഞിനെ ഒരു വട്ടം പോലും കാണാൻ വന്നിട്ട് എവിടെ? ഞാൻ എൻ്റെ മകളെയും കൊണ്ട് ഈ പുള്ളിയുടെ വീട്ടിൽ തേടിപ്പോയപ്പോഴാണല്ലോ DNA ഒരു പ്രശ്നമൊക്കെ വരുന്നത്. അന്നാണ് എൻ്റെ മകൾ കാണുന്നത്. അവൾ ഇപ്പം എങ്ങനെ അവൾ അപ്പനെ കാണുന്നത് വെച്ചാൽ ഫോൺ എടുക്കും, ചാനലിൽ പ്രോഗ്രാം കൂടെ കാണും. അവർ ഇപ്പം ഉണ്ടായ കുഞ്ഞുമായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അത് നോക്കിയിരുന്ന കാര്യം. പിന്നെ ആള് ചെയ്തിടുന്ന വീഡിയോസ് തന്നെ തെളിവല്ലേ. ഇങ്ങനെ ഞാൻ എന്നിട്ടൊരു ദിവസം എൻ്റെ മോള് പൊട്ടിക്കരഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പ കണ്ടോ ആ മോളെ എടുത്ത് കൊലുസ് മേടിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞാൽ കരയുന്നൊരു, അത് ഞാനല്ല ഇട്ടത്, അത് വേറൊരു നമുക്കറിയുന്ന ഒരാളായിട്ടത്. അപ്പം അത് വന്നതിന് ശേഷം എനിക്ക് കുഞ്ഞിന് ഭയങ്കര സങ്കടം കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പറഞ്ഞു, ഇനി നിങ്ങളിങ്ങനെ കുഞ്ഞായിട്ടുള്ള വീഡിയോ ഇടല്ല, കുഞ്ഞിൻ്റെ മനസ്സിന് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്ത് വീഡിയോ ഇട്ടപ്പം എതിരെ 10 വീഡിയോസാണ് ആൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാനോ അതിനുള്ള ഇതൊന്നും ഇല്ല, ആൾ അറ്റൻഡ് ചെയ്തൊന്നുമില്ല? ഇല്ല, എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഒരു പ്രാവശ്യം മോള് ഞാൻ അറിയാതെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഞങ്ങൾക്ക് വേറൊരു ഫോൺ ഉണ്ടായിരുന്നു ലൈവിലോട്ട് വിളിക്കില്ല, ആ നമ്പർ എടുത്തിട്ട് ഇവൾ അറിയാതെ പോയി വിളിച്ചു. അങ്ങനെ കുഞ്ഞ് വിളിച്ചപ്പം അത് റെക്കോർഡായിരുന്നു. അപ്പം ഞാൻ എന്നോട് പേടിച്ചുകൊണ്ട് ഫോൺ കൊണ്ടുവച്ചിട്ട് പറയാം ഞാൻ അപ്പയെ വിളിച്ചു എന്ന്. ഞാൻ പെട്ടെന്ന് ലൈവ് കട്ട് ചെയ്തു. ഇത് കേട്ടപ്പം കുഞ്ഞിനെ പുച്ഛിച്ചിട്ട് പറയുന്നതാണ് കേൾക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോന്ന് വെച്ചാൽ അതൊക്കെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. മോള് ചോദിച്ചാൽ അപ്പായേ, അപ്പോൾ അപ്പുറത്തുനിന്ന് എന്താ സാധാരണ ഒരു കുഞ്ഞ് വിളിക്കുമ്പോൾ എന്നാ മോളെ എന്നാടാന്നല്ലോ ഇങ്ങനെ, എന്നാ അപ്പായിക്ക് സുഖമാണോ വിറച്ചോണ്ടോ ചോദിക്കുന്ന കുഞ്ഞ്. അപ്പം പറഞ്ഞു, അപ്പം പുള്ളി വിചാരിക്കുന്നത് ഞാൻ അടുത്ത് നിർത്തി വിളിപ്പിക്കുന്നതാണെന്നായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു എന്നാ മോനെ സുഖമാണ്, എന്നാ പറ്റി? അപ്പം ഭക്ഷണം കഴിച്ചോ? കൊച്ചു ചോദിക്കുക, അപ്പനാണ് ഇങ്ങോട്ട് ചോദിക്കണ്ടേ, കുഞ്ഞ് അങ്ങോട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് ഭക്ഷണമൊക്കെ കഴിച്ചു, മോനെ എന്നാ വെച്ചോ കേട്ടോ, പിന്നെ വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ വിളിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞ പുള്ളി അങ്ങ് കട്ട് ചെയ്യുക ചെയ്യുന്നത്. ഈ കുഞ്ഞിന് സുഖമാണോ, മോള് ഭക്ഷണം കഴിച്ചോ, മോള് പഠിക്കുന്നുണ്ടോ എന്നല്ല ഒരു അപ്പൻ ചോദിക്കേണ്ടത്. ഈ പുള്ളി അതൊന്നും അല്ല, ഒരു പുച്ഛമായിട്ട് കുഞ്ഞിനോട് സംസാരിച്ചത്. ഈ ഇത്രയും നാളായിട്ട് കുഞ്ഞിന്റെ പിറന്നാൾ വരുമ്പോൾ ഒരു കാര്യങ്ങൾക്കും ആള് സഹകരിച്ചിട്ടില്ല, ഇല്ല. എന്തിന് ഹേറെ പിറന്നാൾ പോട്ടെ, ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായൊരു കുഞ്ഞ്, ആളപ്പാന്ന് വിളിച്ചൊരു മോള്, ആ കുഞ്ഞ് പ്രായം അറിയിച്ച ടൈമിൽ ആദ്യമായിട്ട് വിളിച്ചറിയിക്കുന്ന അയാളെയാണ്. അയാൾ അന്ന് എൻ്റെ മോൾ ഒരുപാട് പ്രതീക്ഷ അപ്പ വരുമെന്ന്. ഞാൻ പറഞ്ഞു വരുമായിരിക്കും മോളെന്ന്. അപ്പോൾ കുഞ്ഞിന് ഏറ്റവും ഒരു പെൺകുട്ടിയൊക്കെ അച്ഛനോടല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകും. എൻ്റെ മോൾ അന്ന് രാത്രി വിചാരിച്ചു വിളിക്കും, അപ്പ വിളിച്ചിട്ട് മോളോട് സംസാരിക്കുമെന്ന്. എന്നിട്ട് ഞാൻ പുള്ളിയോട് പുള്ളിയെ അതെങ്ങനെയാണ് കോൺടാക്ട് ചെയ്തതെന്നറിയോ? പുള്ളിയുടെ ഒരു സുഹൃത്ത് വഴി ഞാൻ കലാകാരനാണ്, അയാളെ വിളിച്ച് ഞാൻ പറഞ്ഞു പെട്ടെന്നൊന്ന് വിളിക്കാൻ പറയണം പുള്ളിയോട്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വിളിക്കണം എന്ന് പറയാമെന്ന് പറഞ്ഞു. ഫോൺ ഇതാക്കിയിട്ട് അയാൾ വിളിക്കുന്നു, എടാ എന്തോ പ്രശ്നമുണ്ട്, നീ ഒന്ന് പെട്ടെന്ന് വിളിക്കണം. എന്നെ വിളിച്ചപ്പോൾ എന്നാ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ജനിച്ച നമ്മുടെ മോള് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ജനിച്ചാൽ നമ്മുടെ മോള് പ്രായം അറിയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വിളിച്ചിട്ടുണ്ട് പറഞ്ഞ് മോൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഓടിക്കൊണ്ട് കൊടുത്ത് മോളെ അപ്പായെ വിളിക്കുന്നു പറഞ്ഞിട്ട് കുഞ്ഞ് ഹലോ അപ്പായേന്ന് വെച്ച് കുടുവാന്ന് പറഞ്ഞാൽ കണ്ണൊഴുകുക. അപ്പം വരുമോ അപ്പോൾ പ്രോഗ്രാം സ്ഥലത്താ, അപ്പോൾ വിളിച്ചോളാം കേട്ടോ, അപ്പം എന്നാ തിരുവനന്തപുരത്ത് വരുന്നതെന്ന് വെച്ചാൽ അന്ന് വന്ന് കണ്ടോളാം കേട്ടോ എന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് വന്നിട്ടുമില്ല വിളിച്ചിട്ടില്ല, എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടുമില്ല. ഈ പറയുന്ന ജിനുചേട്ടൻ്റെ അമ്മ ഇതൊക്കെ അറിയുന്ന ആളല്ലേ, അമ്മ ഇപ്പോഴും റിയാക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, അതിനകത്ത് മറുപടി ഒന്നുമില്ല? അമ്മയ്ക്ക് ഇപ്പം എന്താ, ഈ മോള് പ്രായം അറിയിച്ചിട്ട് പോലും അമ്മയൊന്ന് വിളിക്കും, എൻ്റെ മോളെ കാണാൻ വന്നിട്ടില്ല. ഒറ്റ മോനേ ഉള്ളൂ, മോൻ എന്ത് ചെയ്യുന്നതിനൊക്കെ സപ്പോർട്ടാണ്. പക്ഷേ അമ്മ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയും DNA ടെസ്റ്റ് ചോദിച്ചതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇത്രയും അറിയുന്നതല്ലേ ഈ കാര്യങ്ങളെല്ലാം.
അമ്മ ഇതിനകത്ത് ഒരു മറുപടി മറുപടിയില്ല. അമ്മ ഏതൊരു ഇവരുടെ ഒരു ലൈവിലൊക്കെ വന്നിരുന്ന അവളാണ് കുഴപ്പക്കാരി, അവൾ എൻ്റെ മോനെ സൗകര്യം കൊടുക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും അമ്മ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി അതുപോലെ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് ചേട്ടൻ പറയുന്നത്, ചേട്ടൻ അപ്പായിയോ ചേട്ടൻ അങ്ങനെ എന്തോ വിളിക്കുന്നത്, അപ്പാപ്പി ചേട്ടന്റെ അപ്പാപ്പി വരെ ചേച്ചിയെ ഞാൻ ഒന്നും തോന്നരുത്, ചേച്ചി കയറി പിടിച്ചു എന്ന് പറയുന്ന രീതിയിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരെ പറഞ്ഞവളാ എന്ന് പറയുന്ന ഒരു വീഡിയോ. ഒരിക്കലും അല്ല. പുള്ളിയെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ പുള്ളി ഇട്ടിട്ട് പോയ ടൈമിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചേച്ചി കഴക്കൂട്ടത്തിലൊരു കുറച്ച് അറിയപ്പെടുന്ന ഒരാൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എവിടെയും പോയി നിൽക്കുക ഇടം ഇല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്തുണ്ട് കാരുണ്യ നിവാസ് എന്ന്, അവിടെ കൊണ്ടുപോയിട്ട് എന്നെ കാരുണ്യാലയം അവിടെ കൊണ്ടുപോയി എന്നെ മോളെ നിർത്തി 1 മാസം വരെ നിന്നപ്പം പുള്ളിയുടെ അപ്പാപ്പിയെ ഞാൻ വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെയാണ് ഇന്ന സിറ്റുവേഷൻ അറിയുമ്പോഴെങ്കിലും പുള്ളി വരില്ല. എൻ്റെ മോൾ ഇന്ന സ്ഥലത്ത് പോയി കിടക്കേണ്ട ഒരു മോളല്ലാന്നെങ്കിലും വിചാരിച്ചിട്ട് പുള്ളി വരില്ലേ? അതെങ്കിലും തോന്നി അങ്ങനെങ്കിലും വരട്ടെ ദൈവമേ എന്ന്. അവിടെ എന്നും പ്രാർത്ഥന, അവിടെ രാവിലെ എണീച്ച് മക്കൾ പ്രാർത്ഥിക്കും, അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ ഈ കാര്യം വെച്ചിട്ട്. എന്നിട്ട് അപ്പാപ്പി പറഞ്ഞു, ഇളയ അപ്പാപ്പി എന്നോട് പറഞ്ഞു, നീ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ അവനിവിടെ ഒന്നും ഭയങ്കര കള്ളുകൂടിയും പ്രശ്നങ്ങളാണ്, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്കിത് ഓക്കെ ആക്കി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്ക് കേട്ടിട്ട് ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് പോയത് അവിടെ ആ വീട്ടിൽ പോയി. പുള്ളി ഞങ്ങൾ എൻ്റെ മോളെയും കണ്ടിട്ട് പുള്ളി ഒരു ഇതുമില്ല, ആരാ ദൈവട്ടി ഞാൻ കയറി വന്നിരിക്കുന്നത്. സ്വന്തം ആ കുഞ്ഞിനെ അങ്ങനെ അന്നല്ല പുള്ളി കൊണ്ടുനടന്ന, ജീവനായിട്ട് കൊണ്ടുനടന്ന ഒരാളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പുള്ളിയുടെ മനസ്സിൽ നിന്ന് ആദ്യം മകളെ കളയാനുള്ള ശ്രമം അവൾ നടത്തിയത്. അത് നന്നായിട്ട് വിജയിച്ചു. പിന്നെ എന്നെ ഈസി ആയിട്ട് കളയാൻ പറ്റും. സ്വന്തം മകളെ ആ മനസ്സിൽ നിന്ന് പിടിച്ച് പറിച്ച് അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ എന്ത് നല്ല മിടിക്കുകയെന്ന് ആലോചിച്ചോണം. അങ്ങനെ ആ വീട്ടിൽ പോയി അവിടെ ഞങ്ങൾ നിന്നു. ഞങ്ങളെ കണ്ട ഒരു മൈൻഡും ചെയ്ത പുള്ളി പിന്നെയും പോകുന്ന കാറെടുത്ത് കള്ളുപിടിച്ച് വരുന്നു, അവളെ കാണാൻ വരുന്നു. വീട്ടിൽ നിന്ന് പോകുമ്പോൾ നല്ല നോർമൽ ഷർട്ട്, തിരിച്ചു വരുമ്പോൾ നല്ല സ്പ്രേയുടെ മണം. ഞാൻ അലക്കി കൊടുക്കും, നല്ല സ്പ്രേയുടെ മണം. ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചാൽ തന്നെ. അപ്പോൾ ഒരു ദിവസം അവിടെ നിന്ന് അപ്പാപ്പിമാരെല്ലാവരും വന്നു, ഈ പ്രശ്നം അറിഞ്ഞിട്ട് വന്ന് അവരെ മുന്നിൽ ഈ കാര്യം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ വീണാമാന്ന്. അപ്പോഴും ഞാൻ ചോദിച്ചു, പുള്ളിയുടെ ഷർട്ടിന് എന്നെ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ ആരാന്ന് ചോദിച്ചു. ആ ഒരു പിടുത്തത്തിൽ പുള്ളി എൻ്റെ ഇവിടെ പിടിച്ചു. അവിടെ പിടിച്ചിട്ട് അങ്ങ് ഒരു 5 വരെ പുള്ളിയെ വലിച്ചിട്ടും അയാൾ എൻ്റെ മുടിയിൽ നിന്ന് വിടുന്നില്ല. ഞാൻ പുള്ളിയെ വിട്ടു, പുള്ളി എന്നെ കൊണ്ടുപോവുക. എല്ലാവരും പറഞ്ഞു വിടടാ, പുള്ളിയുടെ അമ്മാമ്മ എല്ലാവരും പറഞ്ഞു വിടാൻ. പക്ഷേ ആ വിടൽ പുള്ളിയുടെ കയ്യിൽ മുടിയായിരുന്നു, പറച്ചങ്ങെടുത്തായിരുന്നു. അപ്പോൾ എന്തുമാത്രം വേദന. എന്നിട്ട് അവിടുന്ന് അന്ന് തന്നെ രാത്രി ഇരുന്നിടത്തുനിന്ന് പുള്ളി എന്നെ പറഞ്ഞു എല്ലാവരും മുന്നൊന്നും, എൻ്റെ വീണാമ്മയാണ് എനിക്കെല്ലാം, നീ ആരുമല്ല എൻ്റെ. അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആ പുള്ളി അത്രയ്ക്ക് അതിൽ അഡിക്റ്റ് ആയിപ്പോയി. എന്നിട്ട് അവിടെ നിന്ന് രാത്രി എൻ്റെ കാലിൽ ഇട്ട് ചവിട്ടി അങ്ങ് ഇതാക്കി കളഞ്ഞു. ചേച്ചി ഉപദ്രവിക്കും. ഞാൻ എന്ത് ചെയ്യാനായി? ഞാൻ അയാൾ എന്ത് ചെയ്ത്? അയാൾ എന്നെ കൊല്ലും. ചേച്ചിക്ക് ഇതിനും കേസ് കൊടുത്തുകൂടായിരുന്നു? അപ്പോഴും എൻ്റെ വീട്ടിൽ അമ്മ അറിയുന്നില്ല ഇത്രയും ഉപദ്രവിച്ചു. എന്നിട്ട് അന്ന് കൊണ്ടൊരു പ്ലാസ്റ്റർ ഇട്ടിട്ട് വന്ന് പുള്ളി എന്നെ കൈ ഇങ്ങനെ പിടിച്ച് മേലെ കൊണ്ടാക്കി. ബാത്റൂമിൽ ഞാൻ പോകില്ല, എന്നാൽ ആരെയും പിടിക്കണം. ഈ വെയിറ്റ് ഭയങ്കരമല്ലേ. പുള്ളി വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും ബാത്റൂമിൽ പോകാൻ. എന്നിട്ട് പുള്ളി പിടിച്ച് അവിടെ കൊണ്ടാക്കും. കൊണ്ടാക്കും. പിന്നെ 3-4 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ തന്നെ വെട്ടിക്കളഞ്ഞു പ്ലാസ്റ്റർ. എന്നിട്ട് നീര് പോയിട്ടില്ലായിരുന്നു, കുറേ ദിവസത്തെ കൊണ്ട് നടന്നു. ചേച്ചി അന്നേ ഞാൻ കൊടുക്കണമായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഓരോ പ്രശ്നങ്ങളായിട്ട് പുള്ളി അവിടെ നിന്ന് കള്ളു കുടിച്ച് പ്രശ്നമായിട്ട് പുള്ളി ഓടി പോകുമ്പോൾ ഞാൻ ദൈവം കൂടെ പിടിക്കാൻ പോകും. എന്തിനാണ് നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്? അപ്പോഴേക്കും പുള്ളിയുടെ ഇത് അവിടെയുള്ള എല്ലാവരുമായിട്ട് എന്നെ വെറുപ്പിക്കണം. എന്നെ അവിടെ നിന്ന് കുടുംബക്കാർ. ഈ സമയത്ത് ചേച്ചിക്ക് അറിയാലോ വീണ ആയിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ചേച്ചി ക്ഷമിക്കാനും ഒക്കെ തയ്യാറായിരുന്നു. പുള്ളിയുടെ അവിടെ അവരെല്ലാവരും കണ്ടു. പുള്ളി ഞങ്ങളിട്ടിട്ട് അവിടെ ഇത്ര മാസം വന്ന് നിന്നപ്പോഴൊക്കെ രാത്രി കിടക്കടാന്ന് പറഞ്ഞിട്ട് അനിയൻ്റെ ഫോൺ മേടിച്ച് വിളിയാണെന്ന് ഈ പുള്ളിക്കാരിയെ. അവരെല്ലാവരും സാക്ഷികളാണ്. ചേച്ചി എന്നാലും ഓക്കെ ആയിരുന്നു അത് നിർത്തി കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ എൻ്റെ മോൾക്ക് അവളെ അപ്പെന്ന് പറഞ്ഞ ജീവനാണ്. എനിക്കും അതിൽ കൂടുതൽ ഇഷ്ടമായിരുന്നു ആ ടൈമിലൊക്കെ. പക്ഷെ ഇപ്പം എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഒരിക്കലും പഴയ പോലെ ആ ജീവിതം ഒരിക്കലും കിട്ടൂല. ഇനി പിടിച്ചു കൊണ്ടുപോന്നാലും എൻ്റെ മോൾക്കൊരു അപ്പം എന്നുള്ളൊരു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ജീവിതം എല്ലാം പോയി. എന്നിട്ട് അന്ന് രാത്രി അവിടെ ഒരു കുഞ്ഞില്ലേ? അവൾക്ക് അതിന് ആദ്യത്തിൽ 2 കുഞ്ഞുങ്ങളില്ലേ. ആ കുഞ്ഞിന് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ കുഞ്ഞാളെ കുട്ടി അതിനിട്ടിട്ടൊക്കെയല്ലേ പോകുന്നത്. ഈ വീണ ചേച്ചിയുടെ ഹസ്ബൻഡ് ഈ വീണ ചേച്ചിക്ക് ചെലവിന് കൊടുക്കുകയും ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? ഇല്ല, അയാൾ ഒരു ചെലവിനും കൊടുക്കുന്നില്ല. ആ കുട്ടികൾ അയാളുടെ കൂടെ ഉണ്ട്. പക്ഷെ ഇവള് ഇവിടെ കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. ചെലവിന് ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായി. അങ്ങനെ അവിടെ നിന്ന് വഴക്കുണ്ടായി, പ്രശ്നം ഉണ്ടായപ്പം ഞാൻ അലറിക്കരഞ്ഞപ്പം ഈ ഇളയിൽ 2ാം തപ്പാപ്പി പുള്ളിയുടെ പപ്പ മരിച്ചപ്പം മുതൽ നോക്കുന്നതാണ്, കുഞ്ഞിലെ മുതൽ. അപ്പോൾ ആ അപ്പാപ്പി എന്നെ ഒറ്റൊരടി
ചെവിക്കല്ല് നോക്കി എന്നെ ഒച്ചയിടുമ്പോൾ എന്നെ അന്ന് എനിക്ക് കേസ് കൊടുക്കാമായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ അപ്പോഴും തരാം, ഞാൻ കേസ് കൊടുത്താൽ ഇവരൊക്കെ അകത്ത് പോകുമ്പോൾ പുള്ളിക്ക് എന്നോട് കൂടുതൽ ദേഷ്യമാവൂലേ, എനിക്ക് പുള്ളിയെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നത്. എന്നെ എന്തുമാത്രം അവിടെ ചുറ്റുമായിട്ടുള്ള ആൾക്കാർ കേട്ടതാണ് എൻ്റെ അലറി കരച്ചിലും. ആരും ഓടി വരുന്നില്ല, ആരും വരുന്നുമില്ല. എന്നെ തല്ലിയതാണ്. എന്നിട്ട് എന്താ പുള്ളി പറഞ്ഞാൽ ആളെന്നെ കയറി പിടിച്ചെന്നോ. ചേച്ചി അങ്ങനെ പറഞ്ഞു? ഒരിക്കലുമില്ല, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. വീഡിയോ നമുക്കൊന്ന് എടുക്കാം. ആ കാര്യം എന്നെ തല്ലി കാര്യം പോലും ഞാൻ ഇപ്പോഴാണ് പറയണേ. ഞാൻ ഇതെല്ലാം മറച്ചു വെച്ച കാര്യമാണ്. ആള് തന്നെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി. ഈ വീഡിയോ ആണ് ഞാൻ ആ ഒരു പോർഷൻ എടുക്കാം. അമ്മയുടെ വീട്ടിലോട്ട് പോകാൻ പറ്റുമോ? ഈ 11 വയസ്സുള്ള ഈ കുഞ്ഞ് എന്റെ അളിയൻ എടുത്ത് വെച്ച വീഡിയോ എന്റെ വീട്ടിൽ എന്റെ അപ്പാപ്പന്മാരുടെ വീട്ടിൽ ഇന്ന് എന്റെ അപ്പാപ്പിന്റെ കൂടിയില്ല. അദ്ദേഹം ഏറി പിടിച്ചത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെ ഇപ്പം പറയിപ്പിച്ചു. അവളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞാനും അവളും ഏറെ ബന്ധത്തിലാണ്. അവിടെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു ആ അച്ഛനും അമ്മയും ആ മക്കള് എല്ലാ കുടുംബങ്ങളും ഇവിടെ നശിപ്പിച്ചോളാം. നിങ്ങൾ ഈ കാണുന്ന ഈ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിയല്ല പുള്ളിക്കാരി. ഇനിയും ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ തകർന്നു. ഇനിയും എന്റെ സാധനങ്ങളുണ്ട്. ഞാൻ ഓരോ നിമിഷവും ആ കുഞ്ഞ് രക്ഷപ്പെടുന്നോടം വരെ എടുത്തിടും. കാരണം എന്താണെന്നറിയോ, എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ എന്നോട് ഇന്ന് വരെ ഞാനൊരു പരിപാടിക്ക് എന്നിട്ടോ അല്ലെങ്കിൽ ഞാനൊരു സ്റ്റേജിൽ കയറി നിൽക്കാൻ നേരത്ത് എന്നോട് ആരും മുമ്പ് ചോദിച്ചിട്ടില്ല എടാ നീ ആവനല്ലേ നീ ഇവനല്ലേ എന്നോട് ഒരാളും ചോദിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് മുന്നോട്ട് ജീവിക്കണം, ഇവരുടെ പൊയ്മുഖ ലോകം അറിയണം. ഞാൻ അതുപോലെ അനുഭവിച്ച നാശനകരണമായിട്ട് ഞാൻ ഇറങ്ങി ഓടി പോയ ഒരു വ്യക്തി. അതിനുള്ള ഇത്രയും ഇതിലാണ് ആ ചേച്ചി കേട്ടല്ലോ, കയറി പിടിച്ചു വരെ ചേച്ചി പറഞ്ഞതാണെന്ന് പറയുന്നത്. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് പറയണത് എന്നെ അപ്പാപ്പി തല്ലിയെന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. ഞാൻ മറച്ചു വെക്കുന്ന ഓരോ കാര്യങ്ങളും പുള്ളിയെല്ലാം വിളിച്ച് തിടിയിപ്പിക്കുകയാണ്. എന്ത് ചെയ്യാനാ? പക്ഷെ ഇപ്പം അപ്പാപ്പി ഇല്ല, അപ്പാപ്പി മരിച്ചുപോയി. അതുപോലെ അന്ന് എൻ്റെ ഒരു മനസ്സൊരുക്കി നമുക്ക് ഒരു അറിയാതെ ശപിച്ചു പോകൂലേ, അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ മനസ്സുകൊണ്ട്. ഇപ്പൊ ചേച്ചിക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൈബർ ആക്രമണങ്ങൾ ഉണ്ടല്ലോ, അതിന് ചേച്ചി എങ്ങനെയാണ് ഇപ്പൊ നേരിടാൻ പോകുന്നത്? ഇക്കാര്യം കഴിഞ്ഞ ദിവസം ചെയ്ത പ്രസ് മീറ്റിന് വരെയും ഒരുപാട് രീതിയിൽ സൈബർ അറ്റാക്ക് വരുന്നുണ്ട്. അപ്പൊ ചേച്ചി ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എന്തായാലും ദേവൂട്ടിയും കൊണ്ട് ജീവിച്ചേ പറ്റുള്ളൂ. എങ്ങനെയാണ് അപ്പൊ ചേച്ചി ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്? നേരിടാൻ എനിക്ക് എൻ്റെ മോളെ ഇത്രയും സോഷ്യൽ മീഡിയ വന്ന് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോളുടെ അപ്പൻ അറിഞ്ഞുകൊണ്ടുള്ള കൂട്ടങ്ങളാണ്. ആളും ആളുടെ കൂടെ നിൽക്കുന്ന ലേഡീസും അറിഞ്ഞിറക്കിയ ആൾക്കാരാണ്. അപ്പം എനിക്ക് ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ അപ്പൻ തന്നെയാണ് ഇതിന് കൂട്ടു നിന്നിട്ട് ഇത്രയും ആൾക്കാരെ വെച്ച് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? എല്ലാവരുടെയും പേരിൽ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും വെച്ചാൽ ഇപ്പം പറഞ്ഞ പ്രിൻസി ആണ് ഇത്രയും പബ്ലിക്കായിട്ട് വന്ന് പറയുന്നത് എൻ്റെ മകളെ ഞാൻ ഇന്ന രീതിയിൽ ഉപദ്രവിച്ചു, ഇന്ന രീതിയിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നത്. 2 പ്രാവശ്യം ഇവർ ചൈൽഡ് ലൈനിൽ കൊടുത്തിട്ട് അവരെ അന്വേഷണത്തിൽ അവർക്ക് ഒരമ്മ കുഞ്ഞ് ബന്ധം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ? അതും ഇങ്ങനെയുള്ളൊരു കുഞ്ഞാകുമ്പോൾ ആ കുട്ടിയുടെ സ്നേഹവും അത് അവളുമായിട്ട് അടുത്തറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ എന്നെ ഈ രീതിയിൽ ഉപദ്രവിക്കുന്ന എനിക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതാണ് ചേച്ചി എനിക്കിതിന് നീതി കിട്ടണം. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പുള്ളി ഞങ്ങൾക്ക് തരാനുള്ള മാന്യമായിട്ട് തന്നങ്ങോട്ട് വേറെ ഒന്ന് കൂടുതലും ഞാനൊന്നും ചോദിക്കുന്നില്ല. എൻ്റെ അമ്മ പൂക്കടയിൽ കിടന്ന് കഷ്ടപ്പെട്ട് കൊടുത്ത കുറച്ച് പൈസയുണ്ട്, ഒരു 5-5.5 ലക്ഷം രൂപയുണ്ട്. കാർ എടുക്കാൻ 1 ലക്ഷം, അതിന് മുന്നേ 25,000, അല്ലാതെ എൻ്റെ വീതമായിട്ട് 2.5 ലക്ഷം രൂപ കൈ കൊടുത്ത് പത്രത്തിൽ ഒപ്പിട്ട് മേടിച്ചതുണ്ട്. അതിൻ്റെ രേഖ വീട്ടിലുണ്ട്. ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം കൈ കൊടുത്ത പൈസ എന്ന് വെച്ചാൽ വണ്ടിയുടെ അടവ് CC-ക്കാർ വരും. വണ്ടിയുടെ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ എത്ര അടവ് അടച്ചിട്ടുണ്ടെന്നോ? ചേച്ചിയുടെ പേരിൽ എൻ്റെ പേരിൽ ഗ്യാരണ്ടർ എന്നെ വെച്ചു. ആ ഒരു കാരണം കൊണ്ട് എനിക്കൊരു ലോണ് പോലും എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ വാടകയില്ലാതെ ഒരു വീട് എടുക്കാനെങ്കിലും ഇതിന് മുന്നേ നോക്കിയപ്പം എവിടെയും ചെല്ലുമ്പോൾ സിവിലാണ് എൻ്റെ ഇതിൽ കിടക്കുന്നത്. എനിക്ക് എടുക്കാൻ പറ്റില്ല, എനിക്കൊരു ലോണ് പോലും എടുക്കാൻ പറ്റില്ല. മനസ്സിലായി. നമുക്കൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങണ ഒരു ലോൺ എടുക്കാൻ നോക്കി, അതിനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ചേച്ചി അപ്പോൾ ഇനി വരുമാന മാർഗ്ഗം മുന്നോട്ട് നോക്കുന്നത് യൂട്യൂബ് തന്നെയുള്ളൂ. വേറെ ഒരു വരുമാനം എനിക്കില്ല. ഒന്നെങ്കിൽ അമ്മയുടെ അടുത്ത് മേടിച്ച പൈസ, എൻ്റെ അമ്മ തന്ന സ്വർണ്ണങ്ങൾ, ഇത്രയും കാര്യങ്ങൾ പുള്ളിങ്ങി തന്നോട്ടെ എന്നേ. ചേച്ചി ജിനുചേട്ടൻ സാമ്പത്തികമായിട്ട് ഇപ്പം സ്റ്റേബിൾ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നല്ല അടിപൊളിയായിട്ടല്ല, അവർ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുക, എന്ത് സന്തോഷമായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. കോടതി വിധിച്ചത് മാസാമാസം തരണം എന്നുള്ളത് കുഞ്ഞിന്റെ മോൾക്ക് 4,000 രൂപയും എനിക്ക് 6,000. ടോട്ടൽ ഇത്ര രൂപയാണ് തരണം വിധിച്ചത്. ഓക്കെ, അത് ഇതുവരെ തന്നിട്ടുമില്ല. അതാണ് ഇപ്പൊ ചേച്ചി എക്സ്പെക്ട് ചെയ്യുന്നത്.
ഓക്കെ, മനസ്സിലായി. ചേച്ചി ലൈവിൽ എപ്പോഴെങ്കിലും വന്നിട്ടോ മറ്റോ ചേച്ചി ആത്മഹത്യ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ചേച്ചി സംസാരിച്ചിട്ടുണ്ടോ? എന്നെ ഈ കൂട്ടത്തോടെ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. ആ ഒരു നിങ്ങൾക്ക് അറിയില്ല, ഇപ്പോഴും കണ്ട ഈ BP ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വല്ലാതാവുന്നത്. ഇന്നലെ വരെ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എന്നെ ഈ കൂട്ടത്തോടെ ആക്രമിക്കാൻ നിർത്താൻ ഒരു രീതിയിൽ ഇവർ നിർത്തുന്നില്ല. അപ്പം ഞാൻ ലൈവിൽ വന്നിരുന്ന ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ വന്ന കമൻ്റ് ഇട്ടു, ആര്, പ്രിൻസി, എടി മറ്റവളെ മറച്ചവളെ എന്ന് പറഞ്ഞ് എന്നെ പ്രേരിപ്പിക്കുക. എനിക്കിത് അറിഞ്ഞില്ല, എന്നെ ഈ ഒരു ഭയങ്കരമായിട്ട് ഇത് ചെയ്തോണ്ട് പ്രവോക്ക് ചെയ്യാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ആ ഒരു ഇതിൽ പെട്ടെന്ന് ചാടിക്കയറി ഗുളിയെടുത്ത് കഴിച്ചു. അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഡിപ്രഷൻ കാരണം എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് പിൽസ് ആണോ? അതല്ല, ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ട്. അത് കുടിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും, നമ്മുടെ മനസ്സിനുള്ള പേടി, എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു എറണാകുളത്ത്. അതിനുള്ള ഗുളികയായിരുന്നു. എനിക്ക് പെട്ടെന്ന് ആ ഒരു വെപ്രാളത്തിലെടുത്ത് വായിലിട്ടു. ഞാൻ വെള്ളം കുടിച്ചപ്പം കുറച്ച് വയറ്റിലോട്ട് പോയി, ബാക്കി ഞാൻ തുപ്പിയും പോയി, കുറച്ച് അലിഞ്ഞു പോയി. അതിന് 2 ദിവസം ഞാൻ ഉറക്കമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വയറ് കഴുകണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്നെ കൂടെ വന്ന് അവർ വന്നിട്ട് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു ഹോസ്പിറ്റലിൽ. അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചത്. പക്ഷേ 2 ദിവസം ഞാൻ ഉറക്ക് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ചേച്ചി, ഞാൻ ഒരു അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഈ ഒരു ടോക്ക് സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ചേച്ചി കുഞ്ഞിനെ ഇങ്ങനെ വഴക്ക് പറയുന്ന പോലെയോ എന്തെങ്കിലും പറയുന്ന പോലത്തെ ഒരു വീഡിയോ അത്യാവശ്യം അതും ഭയങ്കര റീച്ച് ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് സെർച്ച് ചെയ്യുമ്പം പൊതുവേ നെഗറ്റിവിറ്റിക്ക് റീച്ച് കൂടുന്നത് കൊണ്ട് തന്നെ ചേച്ചി കുഞ്ഞിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്, നീ നോക്ക്, കാണുന്നില്ലേ, അത് വായിക്കുന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വീഡിയോ ആണ്. കുറച്ച് ഇതായി, ഞാൻ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, എന്തിനാ കുഞ്ഞിന്റെ മുഖം വെറുതെ എടുക്കുന്നത്. അതെന്തായിരുന്നു ശരിക്കും സംഭവം? അതാണ് ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോള് വേറൊരു ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് വിളിച്ചെന്ന് പറയണ്ടേ. അപ്പം ഞാൻ ലൈവ് കട്ട് ചെയ്തു. അപ്പോൾ ഇവള് വിളിച്ചു. ആ വോയിസ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. മോളെ പുച്ഛിച്ചോന്നാണ് പറയുന്നത്. അപ്പം തന്നെ ഇവരപ്പുറത്ത് ലൈവ് ഇടാൻ തുടങ്ങി, ഞങ്ങളെ വിളിച്ചു ഇന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ വിളിച്ച് പറഞ്ഞു, ചേച്ചി ഇന്ന പോലെയാണ്, ഇങ്ങനെ പറയുന്നു. ഞാൻ എന്താ വെച്ചാൽ അപ്പം അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞാനും കണ്ടു. അപ്പം നീ സത്യം പറ, നീ വീഡിയോ ലൈവ് ഇട്ടിട്ട് നീ കാര്യം പറ, ഇന്നെന്ന പോലെ നടന്നെന്ന് പറയാമെന്നാണ്. ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരുന്നപ്പം അതിൽ കമൻ്റ് എഴുതി ചേർത്ത്, നീ ഇന്ന പോലെ അറിഞ്ഞുകൊണ്ട് വിളിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ ഓരോ കമൻറ്റ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ദൈവം നീ കാണുന്നില്ല, ഇത് നോക്ക്. എനിക്ക് ഒന്നാമതെ ഒരു സങ്കടം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യിച്ചല്ല, ഞാൻ അറിയാതെ ചെയ്തതാണ്. അതിൻ്റെ ഒരു സങ്കടം ദേഷ്യം എനിക്കുണ്ടായിരുന്നു. അപ്പം മോളെ തന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു, നോക്ക് ദൈവം, ഇത് നീ ഇത് വായിക്കുക, അല്ലാതെ എൻ്റെ മോളെ തല്ലു പിടിക്കുകയും ചെയ്തതല്ല. കുഞ്ഞ് വിളിച്ചു പോയതിൻ്റെ പേടിയുണ്ട്, അമ്മ അറിയാതെ വിളിച്ചു പോയി, അതിങ്ങനെ അപ്പം തന്നെ വിളിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പുറത്ത് ഞാൻ അറിയുകയും ചെയ്തു. കുഞ്ഞിനാകെ ഭയങ്കര സങ്കടവും പേടിച്ചും പോയി. ഞാൻ അപ്പോഴാണ് ചോദിക്കുന്നത് ലൈവ് ഇട്ടത്, എൻ്റെ മോള് ഞാൻ അതാ ശരിക്കും നോക്കിയറിയാം ഞാൻ തല്ലുന്നുണ്ടോ ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു, നീ നോക്ക് പറഞ്ഞ കുഞ്ഞിനെ ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിലേക്ക് കാണിക്കുകയും ചെയ്യുന്നു, അല്ലാതെ എൻ്റെ കുഞ്ഞിനെ ഞാൻ തല്ലിയിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. ചേച്ചി, ഇവര് ഈ പറയുന്ന വ്യക്തികളൊക്കെ ചേച്ചിയുടെ കുടുംബ പ്രശ്നം ഒരു സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നതിന് മുന്നേ ചേച്ചി എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? എവിടെ? സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ചേച്ചി വീഡിയോസും ബാക്കി കുക്കിംഗ്, ഡാൻസ് കാര്യങ്ങളല്ലാതെ ഈ പറയുന്ന ജിനുചേട്ടനുള്ള പ്രശ്നങ്ങളെ പറ്റിയുള്ള, ജിനുചേട്ടൻ വേറെ പോയി, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും കണ്ടന്റ് ആയിട്ട് ചേച്ചി ഉപയോഗിച്ചിട്ടുണ്ട്? കണ്ടന്റ് ആയിട്ട് ഞാൻ ഇന്ന വരെ കണ്ടന്റ് ആയിട്ട് ഉപയോഗിക്കണം എന്ന് വിചാരിച്ച ഒരാളല്ല. അവര് തന്നെ വന്നിട്ട് ആ പുള്ളിക്കാരി പലതും എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആനച്ചി മറ്റങ്ങനെ ബോഡി ഷേമിങ് പലതും പറഞ്ഞു. പിന്നെ എന്തോരം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബോഡി ഷെയിം അനുഭവിച്ചൊരു വ്യക്തി ഞാനാണ്, സോഷ്യൽ മീഡിയ വഴി. അത്രയ്ക്കും എന്താ വെച്ചാൽ അങ്ങനെയൊന്നും ഒരാൾ ആരും ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല. സ്വന്തം ഭർത്താവ് തന്നെ ഇട്ട് കൊടുത്തതാണ്. ആള് തന്നെ പറഞ്ഞിട്ടില്ലേ, ആളുടെ വീഡിയോയിലും ഇതിലൊക്കെ നോക്കിയാൽ കാണാം. ആള് തന്നെ പറഞ്ഞു, ആളാണ് ഇട്ട് കൊടുത്തത് തന്നെ, വേറെ ആരുമല്ല. എന്നോട് പലരും പറയും, തനു നിനക്ക് തോന്നുന്നുണ്ടോ ഈ യൂട്യൂബേഴ്സാണ് നിന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്, ആരാണ് നിന്നെ ഇട്ട് കൊടുത്തത്, നീ ഒന്ന് ശരിക്കും ഇതുവരെ മനസ്സിലാക്കി? കല്യാണം കഴിക്കുന്ന സമയത്ത് ചേച്ചിക്ക് വണ്ണം ഉണ്ടായിരുന്നു? എനിക്കൊരു 68-70 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ സ്കിറ്റുകളിൽ എൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ അതിന് മുന്നേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊക്കെ നോക്കുമ്പോൾ എൻ്റെ അന്ന് ആ തടിയും ഇപ്പോഴുള്ള തടിയും വെച്ച് നോക്കിയാൽ അറിയാം. ആള് പറഞ്ഞത് ഇതിനെക്കാട്ടും തടി ഉണ്ടായിരുന്നു അയാളുടെ ജീവിതത്തിൽ ഞാൻ വരുമ്പോൾ. അതിൻ്റെ തെളിവാണ് ആ വീഡിയോസൊക്കെ. അത് കണ്ടിട്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അന്നേ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാമായിരുന്നു, അതിലേക്ക് പിന്നെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ നാളെ നമുക്ക് ഈ ഒരു കേസിനൊക്കെ ഒരു വിധി വരികയും ഈ ഒരു പ്രശ്നം അവസാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ ചേച്ചി ഇതൊരു കണ്ടന്റ് ആയിട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുകയോ ഒന്നും യൂട്യൂബിൽ ഒരു വീഡിയോ ഒന്നും വരത്തില്ലായിരിക്കുമല്ലോ. ഞാൻ ഒരിക്കലും ഇതിന്റെ പുറകെ നടന്ന് കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നില്ലെന്നേ, നമ്മളെയല്ലേ അവരെടുത്തോണ്ട് പോയി ഉപയോഗിക്കുന്നത്. മനസ്സിലായി.
അപ്പോൾ ഇതോട് അവരൊരു തീരുമാനത്തിലെത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചർച്ചയും കാര്യങ്ങളും എല്ലാം അവസാനിപ്പിച്ച് ചേച്ചി സമാധാനമായിട്ട് പിന്നെ കുഞ്ഞായിട്ട് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് അവളോട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം. എനിക്ക് അങ്ങനെ ജീവിച്ചേ പറ്റുള്ളൂ എൻ്റെ മോൾക്ക് വേണ്ടി. ഉറപ്പായിട്ടും ചേച്ചിക്ക് അത്തരത്തിലുള്ള നല്ലൊരു വിധി വരട്ടെ. ഈ വന്ന വിധി, ഓൾറെഡി വന്ന വിധിയും ഇയാളിപ്പോൾ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതായിട്ട് പറയുകയാണ്, കുഞ്ഞിന് ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിനെ മാനസികമായി ഇപ്പം അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഉപദ്രവിച്ചാൽ പോലും നമുക്കത് കേസ് കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ചേച്ചി അങ്ങനെയുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. കുഞ്ഞിനെ പിന്നെ കുഞ്ഞിനും ഈ പറഞ്ഞ എന്തായാലും 18 വയസ്സിന് താഴെയാണ്, കുഞ്ഞിനെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുന്നതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ക്രൈമാണ് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉറപ്പായിട്ടും കേസ് ഫയൽ ചെയ്യാൻ പറ്റും, കുഞ്ഞിനെ കൊണ്ടും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചി അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നിയമം ചേച്ചിയുടെ ഒപ്പം ഉണ്ടാവട്ടെ. ചേച്ചിക്ക് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ? അവസാനമായിട്ട് പറയാനുള്ളത്, ഇത്രയും ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് അധികം ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് എല്ലാവർക്കും എതിരെ നമ്മൾ നിയമപരമായിട്ട് കേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു അഡ്വക്കേറ്റാണ് നമുക്ക് കേസുമായിട്ട് വാദിച്ചും കൂടെ നിൽക്കാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ഒപ്പം തന്നെ സത്യം കൂടെ നിൽക്കട്ടെ, സത്യം വിജയിക്കട്ടെ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. എല്ലാം സന്തോഷമായിട്ട് നിൽക്കട്ടെ. ശരി ചേച്ചി.